സ്നേഹക്കൂട്ട് നമ്മുടെ പല്ലവി ആകെ തകർന്നടിയുന്ന ഒരവസ്ഥയാട്ടോ നമ്മുടെ വക്കീലിന്റെ ഓരോ ചോദ്യങ്ങൾക്ക് മുന്നിൽ നമ്മുടെ പല്ലവി തകർന്നില്ലാതാകുന്ന ഒരു രംഗങ്ങൾ കേട്ടോ. അപ്പൊ നമ്മുടെ സേതുവും നമ്മുടെ പൂർണിമാമയുമാണെങ്കിലും ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ തലകുനിച്ച് നിൽക്കുന്ന നിമിഷങ്ങളാണ് ആ ഒരു കുടുംബ കോടതിയിൽ നടന്നു പോകുന്നുണ്ട്. നമ്മുടെ വക്കീല് നമ്മുടെ പല്ലവിയോട് ചോദിക്കുന്നുണ്ട്, നീ ഇന്ദ്രനെ തല്ലിയിട്ടില്ല എന്ന് നിനക്ക് പറയാൻ പറ്റുമോ, യെസ് ഓർ നോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പല്ലവി പറയുന്നുണ്ട്, യെസ് ഞാൻ തല്ലിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പല്ലവിയുടെ നമ്മുടെ വക്കീലിന്റെ ചോദ്യത്തിനുള്ള ഓരോ ഉത്തരങ്ങളും നമ്മുടെ പല്ലവിയുടെ ഓരോ ഉത്തരങ്ങളും ഇത് ഡിവോഴ്സിലേക്ക് വരില്ല എന്നുള്ളൊരു സൂചനകൾ തന്നെയായിട്ട് നമുക്ക് കാണുവാൻ സാധിച്ചത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്ദ്രൻ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പല്ലവിയാണെങ്കിൽ ലാസ്റ്റ് എല്ലാ വഴിയും അടയുമ്പോൾ കൈ എന്ന് കൂപ്പി നമ്മുടെ ജഡ്ജിന്റെ അടുത്ത് പറയുന്നുണ്ട്, ദയവേദ എനിക്ക് ഡിവോഴ്സ് തരണം, എന്നെ രക്ഷിക്കണം സാർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പല്ലവി കൈയും കൂപ്പി പറയുന്ന ഒരു നിമിഷമായിട്ട് അവസാനം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവസാനം നമ്മുടെ ജഡ്ജി ആ ഒരു വിധി വാചകവും മുഴക്കുന്നുണ്ട്. അത് എന്തായിരിക്കും, ഡിവോഴ്സ് അനുവദിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ. ഇനി എന്താ പറയാ, പല്ലവിയുടെ ബാക്കി ജീവിതം ഇന്ദ്രന്റെ ഒപ്പം തന്നെ ആയിരിക്കുമോ, അല്ലെങ്കിൽ ഇന്ദ്രന്റെ കയ്യിൽ നിന്നും ഒരു മോചനം കിട്ടുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബൈ.